ഈ സമയത്ത് പുക വലിക്കുന്നെങ്കിൽ തന്നെ നിനക്ക് കൊള്ളാവുന്ന എന്തെങ്കിലും എടുത്ത് വലിച്ചൂടെ? ഈ സിനിമയില് ലാലേട്ടനൊക്കെ ബീഡി കത്തിച്ച് അതിൽ നിന്നാണ് പടക്കത്തിന് ബോംബിനൊക്കെ തീ കൊളുത്തുന്നത്. ബീഡിയുടെ ഒരു വൈബ് സിഗരറ്റിന് കിട്ടത്തില്ല. നീ ലൈറ്റർ കൊണ്ട് എന്റെ താടി കത്താതെ ഈ ബീഡി ഒന്ന് കത്തിച്ചേ. പടക്കം പൊട്ടുന്നതിന് മുമ്പ് തന്നെ നിന്റെ ചുമയായിട്ട് ഗുണ്ടകൾ പുറത്തു വരും. ഒന്ന് നിർത്ത്. ഇനി നീ ലാലേട്ടനാവണ്ട. ഇനി ഡയറക്റ്റ് പടക്കത്തിന് തീ കൊളുത്തിയാ മതി. നിക്ക് ഇത് നീ തന്നെ വെച്ചോ. പോ. കണ്ണും കണ്ടോട്. അയ്യോ, ആരോ ബോംബിട്ടെന്ന് തോന്നുന്നു. എനിക്ക് എന്റെ മമ്മിയും ഡാഡിയും കാണണം. എടാ, പുറത്തെന്താ പ്രശ്നം പോയി നോക്കണം. ആടാ, ഓടിക്കോ. എടാ, ഇത് ബോംബല്ലടാ, പടക്കോ. ആരും ഇവിടെ ഒന്ന് പടക്കം പൊട്ടിച്ചിട്ടുണ്ട്. നീ അവിടെ നോക്ക. ഞാൻ ജീവിച്ചിരിക്കുമ്പോ ആര്യന് ആർക്കും ഒന്നും ചെയ്യാനാവില്ല. ഞാനും എന്റെ ഈ അസിസ്റ്റന്റും ചേർന്ന് ആ ഗുണ്ടകളെ ബുദ്ധിപൂർവ്വം ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട്. തള്ളിൽ എന്നോട് മത്സരിക്കുന്ന പിന്നെ ആവാം. ഈ കുരു കഴിയുന്നില്ല. നീ കൂടെ വന്നൊന്ന് തള്ളു. അല്ല, ഞാൻ വരാം. അത് അക്രമികളുടെ കയ്യിലേ പലതരത്തിലുള്ള മാരകായുധങ്ങളുണ്ട്. എന്നെ വിട്ട് നിങ്ങൾ വേഗം പൊയ്ക്കോ. ഒന്നും പേടിക്കണ്ട. വാ വാ, നമുക്കേ ഒരുമിച്ച് രക്ഷപ്പെടാം. അല്ല, അവര് നമ്മളെ വെറുതെ വിടില്ല. ഞാൻ കാരണം നിങ്ങളുടെ ജീവന് പോലും ആപത്താണ്. അതൊന്നും സാരമില്ല. SP അങ്കിളുടെ മകന് വേണ്ടി ഞങ്ങൾ ജീവൻ വരെ കൊടുക്കും. അയ്യോ, നിങ്ങൾ ജീവനൊന്നും കൊടുക്കണ്ട. ഡാഡി കാശ് കൊടുത്തോളും. SP അങ്കിളുടെ കാശ് വെറുതെ കളയാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതെല്ലാം ഭാവിയിൽ ആര്യൻ അനുഭവിക്കാനുള്ളതാ. ഇടി നിന്ന് കഥാപ്രസംഗം നടത്താതെ പാടി. എക്സ്ക്യൂസ് മീ, നിങ്ങളാണോ പടക്കം പൊട്ടിച്ചത്? ഇവന്മാരനങ്ങിയ തട്ടിയേക്ക്. നീയൊക്കെ ബോംബ് ബോംബെന്ന് കേട്ടിട്ടുണ്ടോ? അതാണിത്. ഞങ്ങളൊന്നും ചെയ്യരുത്. അയ്യോ, ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ സാറേ. ഡാഡിക്കും മമ്മിക്ക് ഞാൻ ഒറ്റ മോനേ ഉള്ളൂ. മാഡം ഒരു പെണ്ണല്ലേ, എന്നോട് ഇത്തിരി സിമ്പതി കാണിക്കണം പ്ലീസ്. അയ്യേ അർജുനെ, ഈ മൊണ്ണ ഇങ്ങനെ കിടന്ന് കരയുന്ന സ്ഥിതിക്ക് നമുക്ക് കുറച്ച് സിമ്പതി കാണിച്ചേക്കാം അല്ലേ? അതെ, നീ പറഞ്ഞുകൊണ്ട് ഒരു ശകലം സിമ്പതി കാണിക്കാം. നടക്കടാ. അതർ നമ്മുടെ അടുത്ത് അവന്മാരുടെ കളി. നമ്മൾ ഇതുപോലെ എത്ര ക്രിമിനൽസിനെ കൈകാര്യം ചെയ്തിരിക്കുന്നു. അല്ല, ഡാഡിയാണോ ഫോൺ വിളിക്കുന്നേ? ഈ കിഡ്നാപ്പിനെ കുറിച്ച് SP അങ്കിൾ അറിയ പോലും വേണ്ട. ഞാൻ പോലീസിനെ വിളിക്കാം. ഇത്തരം ക്രിമിനൽസുകൾ ഒരു കാലത്തും പുറത്തിറങ്ങരുത്. ഹലോ, പോലീസ് സ്റ്റേഷൻ.
ഡാഡി ക്യാഷ് കൊടുത്ത് ഇറങ്ങിയാൽ ഉടനെ തന്നെ നിങ്ങൾ അകത്ത് കയറി ഏട്ടന്റെ ഫ്രണ്ട്സിനെ ഒതുക്കി ആ ക്യാഷ് എടുത്തോണ്ട് വരണം. ഈ കേസിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കാനോ ഡാഡിയോട് പറയാനോ ഏട്ടന് പറ്റത്തില്ല. ഒരാൾ പോയി പരിസരമൊക്കെ നിരീക്ഷിച്ചു വെക്ക. ഓക്കെ മാഡം. സ്വാമി, ആ ബാഗ് ഇങ്ങെടുക്കും. എസ് പി, ആര്യനെ കിഡ്നാപ്പ് ചെയ്തത് ഇവരായിരുന്നു. തോക്ക് തോക്ക്. ഞാനും ഇവിടെ ജീവൻ പണയം വെച്ചാ ഈ ഓപ്പറേഷൻ നടത്തിയത്. നിങ്ങൾ ചോദിച്ച പണം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങളെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും അല്ല കരുതിയത്. തോക്ക് മാറ്റിപ്പിടിക്ക്, കാശ് തരുമല്ലോ. പിന്നെ എന്തിനാ തോക്ക് ഇങ്ങനെ നീട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നത്? അയ്യോ, അങ്കിള് തെറ്റിദ്ധരിച്ചെന്ന് തോന്നുന്നു. ഞങ്ങള് ജീവൻ പണയം വെച്ച് ആര്യനെ ആ കാലാപികന്മാരുടെ നിന്ന് രക്ഷിച്ചു. കാലാപികന്മാരല്ല, കാപാലികന്മാര്. ഈ സമയത്ത് വ്യാകരണം ഒന്നും നോക്കണ്ട. വേണ്ടേ? അങ്കിളെ, അവന്മാരെ ഞങ്ങള് അകത്ത് പൂട്ടിയിട്ടിട്ടുണ്ട്. അല്ല, നിങ്ങളെങ്ങനെ അവരെ കീഴടക്കി? അത് പിന്നെ അങ്കിൾ, സോറി, എനിക്ക് കളരിയൊക്കെ നല്ല വശമാണല്ലോ. കുറച്ച് സ്റ്റെപ്സ് ഞാൻ ഇവക്കും പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് അവന്മാരെ അങ്കിളെ, ഇവൻ വെറുതെ തള്ളു അങ്കിളെ. ഇവന്റെ കയ്യിലിരിക്കുന്ന ഈ കളിത്തോക്കും ഈ വ്യാജ ബോംബും വെച്ച അവന്മാരെ ഭീഷണിപ്പെടുത്തി മുറിയിൽ പൂട്ടിയിട്ടത്. എന്തായാലും നിങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ആര്യൻ രക്ഷപ്പെട്ടല്ലോ, അത് മതി. ആര്യൻ സാറ് ഓക്കെ ആണല്ലോ അല്ലേ? ഇവനും ഇവളും കൂടെ തേച്ചത് എന്നെയാ. അധികം വൈകാതെ തന്നെ പോലീസും എത്തും. ആദ്യത്തെ ഇടിക്ക് മുമ്പ് തന്നെ ഇതെല്ലാം എന്റെ ഡ്രാമയായിരുന്നു എന്ന് അവന്മാര് തുറന്നു പറയും. രക്ഷപ്പെടാൻ എന്തോ ഒരു വഴി. ഏതോ ഒരു പെണ്ണും ചെറുക്കനും കൂടി ഏട്ടന്റെ ഡ്രാമ പൊളിച്ചെന്നോ? അതെ മാഡം, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഡാഡി കൊണ്ടുവന്നത് എന്തായാലും കണക്കിപ്പെട്ട ക്യാഷ് അല്ല.